ഹലോ ഗായ്സ്, ഇന്ന് ഒരു 150 വർഷത്തോളം പഴക്കമുള്ള, അതിന് കൂടുതൽ കാണാനാണ് സാധ്യത, ആ ഒരു പാലം കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര ബലമുള്ളതായ പാലമാണ് ഇത്. കണ്ടല്ലോ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞതായ പാലം. ഈ പാലത്തിന് സമാന്തരമായിട്ട് വേറൊരു പാലം പണിഞ്ഞിട്ടുണ്ട്. കണ്ട, പുതിയ പാലമാണ്. പക്ഷേ ഈ പാലം പണിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. കാരണം അതിനുള്ള വീതിയേ ഉള്ളൂ, ഒരു വാഹനം കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. കണ്ട, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്തതായ പാലമാണ് കുണ്ടാങ്കടവ് പാലം. ഇത് കംപ്ലീറ്റ് ഒരു ബോൾഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബോൾഡിങ് കണ്ടല്ലോ, ബോൾഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ തൂക്കി നിർത്തിയിരിക്കുക. കണ്ടോ, ഇതിന് വളരെ ബലമുള്ളതായ പാലമാണ് ഇത്. ഒരുപാട് ബലമുണ്ട് ഇതിന്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നെറ്റ് അടിച്ചിരിക്കുകയാണ്. കാര്യം ആളുകൾ ഇവിടെ നിന്ന് എടുത്ത് ആറ്റിലോട്ട് ചാടാതെ ഇരിക്കാനാണ് നെറ്റ് അടിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞതായ പാലമാണ്. ബ്രിട്ടീഷ് അതിൻ്റെ ആംഗ്ലെയറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ, ചതുരത്തിൻ്റെ ആംഗ്ലെയറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ. കണ്ടോ, ഇതിൻ്റെ അടിയിലോട്ട് പോയി കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അടിയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപ്പുറത്ത് അങ്ങനെ അടിയിലോട്ട് ഇറങ്ങാനുള്ള വഴി നല്ല ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അടിയിലോട്ട് ഇറങ്ങാത്തത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന് എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞു കേട്ടിടത്തോളം, എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 150 വർഷത്തോളം, അതിൽ കൂടുതൽ വരാനാണ് സാധ്യത. പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് വിലക്കുറവൊന്നുമില്ല ഈ പാലത്തിന്. ഇപ്പോഴും വലിയ വലിയ ലോറികൾ, ഭയങ്കര ലോഡുകളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. കാരണം അത്ര സൂപ്പറാണ്, ഭയങ്കര ബലമുള്ള പാലം. കണ്ടോ, തൂക്ക് പാലമാണ്. കണ്ടോ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞതാണ്. നെറ്റൊക്കെ നല്ല സൂപ്പറായിട്ട് അടിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. കണ്ടോ, ആരും എടുത്ത് ചാടാതെ ഇരിക്കാനാണ്. ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ആൾ ഔട്ടാവും, ആൾ മരിച്ചു പോകും. അത്ര വലിയ ഒഴുക്കുള്ള സ്ഥലമാണ്. അത്ര വലിയ ഒഴുക്കും അടിയൊഴുക്കും ചുഴിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. വേണ്ട, ഈ മറ സൈഡ് കാണിച്ചു തരാം. ഉണ്ടോ, വാഹനങ്ങളൊക്കെ കടന്നു പോകണ വേണ്ട. എന്താ വലിയ ആംഗ്ലറാണ് കൊടുത്തിരിക്കുന്നത് തൂക്കി നിർത്തിക്കാൻ വേണ്ടി. ഭയങ്കരപ്പെട്ട പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പണ്ടുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, അത് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വിശ്വാസം വരുന്നില്ല. അന്നൊക്കെ എല്ലാ മനുഷ്യർക്കും വിലയുള്ള സമയമാണ് പഴയ കാലഘട്ടം. അവർ പറയണതെന്ന് പറഞ്ഞാൽ, പണ്ടുള്ളവർ പറയണ ഒരു കാളയ വണ്ടിക്കാരനെ ഈ പാലം ബലക്കാൻ വേണ്ടിയൊക്കെ പിന്നെ ഇവിടെ താത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ചുമ്മയാണെന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. ഇതിങ്ങനെ ആളുകൾ പറഞ്ഞ് ശ്രുതി ഉണ്ടാക്കണുണ്ട്. രാത്രി 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാളയും വണ്ടിയുടെ സൗണ്ട് കേൾക്കാമെന്നാണ് പറയുന്നത്. ഞാൻ പല ദിവസം ഇവിടെ 12 മണിക്ക് ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് ചുമ്മാ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇതാ കണ്ടോ, പാലത്തിൻ്റെ ആ ഒരു രസം കാണും തോറും അടിപൊളിയാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ഭയങ്കരപ്പെട്ട പാളമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ആറ്. ഇത് ഭയങ്കരപ്പെട്ട ഡേഞ്ചർ ആറാണ്, നദിയാണ് ഭയങ്കരപ്പെട്ട. ഇവിടെ അടിയൊഴുക്കൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ചുഴി കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ ഇവിടെ ചുഴി. ഇപ്പം വെള്ളമുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് ഇവിടെ ആണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഗവൺമെൻറ്. വളരെയധികം സൂക്ഷ്മതയോടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇതിലെ കൂടെ ഒന്നും എടുത്ത് ചാടാതെ ഇരിക്കാൻ. ഈ പാലം ഇത്രയും കാലമായിട്ട് ഒന്നും ദ്രവിച്ചിട്ട് പോലുമില്ല. അതാണ് അതിനേക്കാൾ രസം. കണ്ടോ, ഒരു ശകലം പോലും ദ്രവിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടിയിലത്തെ ഇവിടെ വലിയ വലിയ ലോറികളൊക്കെ വരുന്നുണ്ട്. ടാങ്കർ ലോറിയൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. വൺ വേ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകാൻ ഇതും കണ്ട, തിരിച്ചു പോകാൻ അപ്പുറത്ത് ഒരു റോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാമല്ലോ, അപ്പുറത്തൂടെ വണ്ടികൾ കടന്നു പോകുന്ന കാണാമല്ലോ. അതാ ബൈക്കുകളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. വേണ്ട, വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. വേണ്ട, ആംബുലൻസ് കടന്നു വരുന്നു. അപ്പോൾ അതൊക്കെ നല്ല അത്രത്തോളം നല്ല ബലമുള്ളതാണ്. പിന്നെ വലിയ വാഹനം പോകുമ്പോൾ, ബസ്സൊക്കെ പോകുമ്പോഴേ ഇവിടെ ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരുമാതിരി സ്പ്രിങ്ങിൽ നിൽക്കും പോലെയാണ്. ആക്ഷനൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ പാലം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതായ പാലമാണ്.
വർഷങ്ങളോളം പഴക്കമുണ്ട്. 150 വർഷത്തിന് പുറത്ത് പഴക്കമുണ്ട് ഈ പാലത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മളെ ചാനലിലൊന്ന് സബ്സ്ക്രൈബർ ചെയ്യണേ.